ഭാഗ്യസ്മരണാർഹനായ അനന്തപുരിയുടെ അല്ല മലയാളക്കരയുടെ തന്നെ ആത്മീയ പിതാവ് ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി മണ്ണിനെയും മനസ്സിനെയും മരത്തെയും മതാത്മകതയെയും മതാതീത സമൂഹത്തെയും മനസ്സിലേറ്റി ജീവിച്ച ഒരു പിതാവ്. ആ പിതാവിൻ്റെ ഈ കലാലയവുമായുള്ള ബന്ധം പ്രഥമ പ്രിൻസിപ്പൽ എന്നത് നിലനിർത്തി അദ്ദേഹത്തോടുള്ള ആദരവ് ഈ കലാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഊഷ്മളമായ ഒരു ഓർമ്മയ്ക്കായി സമ്മാനിച്ചിരിക്കുന്ന മാർ ഗ്രിഗോറിയോസ് അവാർഡ് ഈ കലാലയം ഈ ദേശത്തിൻ്റെ അനുഗ്രഹമായി നിലനിർത്തുവാൻ സർവേശ്വരൻ നൽകുന്ന കാരുണ്യം നന്ദിയോടെ ഓർക്കുന്നു. 1949 മുതൽ പ്ലാറ്റിനം ജൂബിലിയുടെ ഈ സമയം വരെയും ഇതിനെ പടുത്തുയർത്തിയ പ്രഗത്ഭരായ പ്രിൻസിപ്പൽമാർ, കേരളം കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ, അതിൻ്റെ നന്മയിൽ ഈ സമൂഹത്തെ വിവിധ തലങ്ങളിൽ നയിക്കുന്ന ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ, ഈ അനുഗ്രഹത്തെ സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു സന്ദർഭമാണിത്. മാർ ഗ്രിഗോറിയോസ് അവാർഡ് സമ്മാനിക്കുന്ന അനുഗ്രഹം ഇറ്റ്സ് എ സിംബോളിക് എക്സ്പ്രഷൻ ഓഫ് എ ലെഗസി. അതൊരാളിൻ്റെത് മാത്രമല്ല, പടർന്നു കയറിയ ഒരു സംസ്കാരത്തിൻ്റെ രേഖാമൂലമായ ചില കുറിപ്പുകളും ഓർമ്മപ്പെടുത്തലുമാണ്. വലിയ മനസ്സിൻ്റെ മുൻപിൽ ആ മനസ്സിനോട് ചേർന്ന് നിന്ന മാർ ഇവാനിയോസിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന മഹാകുടുംബത്തിൻ്റെ മുൻപിൽ ഞാൻ ശിരസ്സ് നമിക്കുന്നു, അറിയിക്കുന്നു. രണ്ടാമതായി ഈ അവാർഡ് ആര് സ്വീകരിക്കുന്നു എന്നതാണ്. ഞാൻ ബഹുമാനപ്പെട്ട ഗ്രിസ് ഗോപാലകൃഷ്ണൻ സാറിൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ ഇന്ത്യയുടെ എക്കാലത്തെയും അഭിമാനമായ ഡോക്ടർ അബ്ദുൽ കലാം ഗോപാലകൃഷ്ണൻ സാർ ഇരുന്ന അതേ സ്ഥലത്തിരുന്ന് ഈ അവാർഡ് ഏറ്റുവാങ്ങിയത് ഞാൻ ഓർക്കുന്നു. ശിരസ് മുതൽ പാദം വരെ അളന്നു കുറിച്ചാലും ലോകത്തിലെവിടെയും ഇന്ത്യക്കാരൻ അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്ന ഒരു നാമം അബ്ദുൽ കലാം എന്ന ഇന്ത്യയുടെ പ്രഥമ പൗരൻ നമുക്ക് സമ്മാനിച്ച ആവേശമുണ്ട്, പ്രചോദനമുണ്ട്, ഇളക്കി മറിക്കുവാൻ കഴിയുന്ന ആരവമുണ്ട്, സ്ഥായിയായ മനസ്സിൻ്റെ നിർമ്മലമായ ഭാവമുണ്ട്. ആ വലിയ മനുഷ്യനെ പോലെയുള്ള അതിപ്രഗത്ഭരായ ആളുകൾക്ക് മാർ ഇവാനിയോസിലെ അമീക്കോസ് എന്ന കുടുംബം സമ്മാനിക്കുന്ന ആദരവിന് 2025 അർഹനായിരിക്കുന്നത് അതിനേറ്റവും ചേരുന്ന വ്യക്തിയാണ്. When the jury shared with me, I don't interfere with the jury's decision. When the jury informed me, and I think it was our John Mathai sir and Jayakumar sir and our TP, when they informed me, we have decided to give this year the award to Sri Chris Gopalakrishnan. My spontaneous word was most worthy. I didn't have much personal interaction with him before, but I have had some telephonic conversations afterwards. What Jayakumar sir said about his personality is worth mentioning. ക്രിസ് ഗോപാലകൃഷ്ണൻ എന്ന ഈ ഭാരതത്തിൻ്റെ അഭിമാനം എന്ത് പ്രത്യേകതയാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എൻ്റെ കണക്കുകളിൽ ചിലപ്പോൾ തെറ്റുവരാം. പഠിക്കുന്ന കാലം മുതൽ ഞാൻ അങ്ങനെയാണ്. 7 ലക്ഷത്തോളം ആളുകൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ, സ്വന്തമായി ഒരു ജോലിയുണ്ടെന്ന് പറയാൻ, അഭിമാനത്തോടുകൂടി എവിടെയും പറയുവാൻ സാധിക്കുന്ന ഒരു സംവിധാനം രൂപപ്പെടുത്തിയെടുത്ത ആധുനിക ഭാരതത്തിൻ്റെ ശില്പികൾ ഒരാളുടെ കൈകളിലാണ് മാർ ഗ്രിഗോറിയോസ് അവാർഡ് നമ്മളിന്ന് സമ്മാനിക്കുന്നത്. എൻട്രപ്രണർ എന്ന് പറയുന്ന വാക്കിൻ്റെ അത് ഉച്ചരിക്കാൻ പ്രയാസമാണ് എന്ന് നമുക്കറിയാം. അത് ജീവിക്കാൻ അതിനേക്കാൾ പ്രതിസന്ധിയാണ്. ജീവിക്കാൻ മാത്രമല്ല, ആത്മവിശ്വാസത്തോടെ എഴുന്നേറ്റ് നിന്ന് ഐ ആം ഹിയർ എന്ന് പറയാൻ സാധിക്കുന്ന ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ അടയാളമായി അനേകായിരങ്ങളെ രൂപപ്പെടുത്തിയ ഒരു സംവിധാനം ഈ ഭാരതത്തിൽ നമുക്ക് ഈ തിരുവനന്തപുരത്തുകാരൻ സമ്മാനിച്ചു എന്നതാണ് നമുക്ക് വലിയ സന്തോഷവും
അഭിമാനവും പകരുന്നത്. It is true to our credit that he is born in Trivandrum. അനന്തപുരിയുടെ ഒരു മകനാണ് ഈ അവാർഡ് ഏറ്റുവാങ്ങുക. അനന്തപുരിയുടെ ആത്മീയ നേതാവിൻ്റെ നാമത്തിലുള്ള അവാർഡ് അനന്തപുരിയുടെ ഈ അഭിമാനം ഏറ്റുവാങ്ങുമ്പോൾ that is a providence, that is not a casual reality, it is truly, I believe, providence from above. എന്താണ് ഈ ഇൻഫോസിസിൻ്റെ കോ ഫൗണ്ടറുടെ മികവ്? എന്താണ് പൊതുജീവിതത്തിൽ ഒരു സമൂഹത്തിനും വ്യക്തിക്കും എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിക്കുന്ന അടിസ്ഥാന ഘടകം? ഒരു ജോലി കണ്ടെത്തുക എന്നതിനപ്പുറത്ത് ആത്മവിശ്വാസത്തോടുകൂടി യാഥാർത്ഥ്യങ്ങളെ സമീപിക്കുന്ന ഒരു മനസ്സിനെ രൂപപ്പെടുത്തുക. യു ക്യാൻ ഡു ഇറ്റ്, യു ഹാവ് ദ പൊട്ടൻഷ്യൽ ആൻഡ് യു വിൽ ഡു ഇറ്റ്. ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളോട് സംസാരിച്ച ഒരു മനുഷ്യൻ്റെ മുൻപിൽ നമുക്ക് ആദരവോടുകൂടി നിൽക്കുവാൻ കഴിയുന്ന ഒരു സന്ദർഭമാണ്. ക്രിസ് ഗോപാലകൃഷ്ണൻ എന്നത് ഒരു വ്യക്തിയല്ല, നമുക്ക് ആത്മവിശ്വാസം പകർന്ന ഒരു യാഥാർത്ഥ്യത്തോടു കൂടിയ സമീപനമാണ്. ഭാരതം ലോകത്തിൻ്റെ നെറുകയിലേക്ക് നടന്ന് കയറുമ്പോൾ, അല്ല വേഗത്തിൽ നടക്കുമ്പോൾ, ഇതുപോലെയുള്ള സ്വയം സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്ന പുതിയ ഭാരത ശില്പികൾ നമ്മുടെ നാടിന് ആവശ്യമാണ്. ഒരാൾ സൂചിപ്പിക്കുകയുണ്ടായി, വി ഓൾവേസ് സീക്ക് ജോബ്, ബട്ട് ഇറ്റ് ഈസ് ടൈം ഫോർ അസ് ഇൻ ഇന്ത്യ ടു ഫൈൻഡ് പീപ്പിൾ ഹു പ്രൊവൈഡ് ജോബ്സ്. ജോലി അന്വേഷിക്കുന്നവരെ കാണുക മാത്രമല്ല, ജോലി കൊടുക്കുന്നവരെ കണ്ടെത്തുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ ഭാരതത്തിൻ്റെ ധർമ്മമെന്ന് ഞാൻ സർവ ആദരവോടും ബഹുമാനത്തോടും കൂടി ശ്രീ ക്രിസ് ഗോപാലകൃഷ്ണൻ എന്ന ഈ അതുല്യ പ്രതിഭയെ നമുക്ക് സമ്മാനിച്ച അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ നമസ്കരിക്കുന്നു. അവർ നൽകിയ ഒരു വലിയ പിൻബലത്തിൽ, കൂടെ പഠിച്ചവർ നൽകിയ ഒരു പിൻബലത്തിൽ അദ്ദേഹം വളർന്നു. അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചപ്പോഴും ഇന്നിവിടെ വന്നപ്പോഴും സ്വകാര്യമായി നിങ്ങൾ പലരും ഓർത്തത് ഞാനും ഓർത്തു. മാർ ഇവാനിയോസിൽ പഠിക്കേണ്ടതായിരുന്നു. അത് നമ്മുടെ സ്വകാര്യമായൊരു സന്തോഷം പറഞ്ഞെന്നേ ഉള്ളൂ, മറ്റാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. മീക്കോസിലെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട്. ഒരു സ്വകാര്യമായ ഒരു സന്തോഷം, അഭിമാനം. അതോടൊപ്പം അദ്ദേഹം പുലർത്തുന്ന ഒരു മാനവികത വിസ്മരിക്കപ്പെടുന്നതല്ല. ആസ് റൈറ്റ്ലി പോയിന്റഡ് ഔട്ട് ബൈ അവർ ജയകുമാർ സാർ, ആരവമില്ലാതെ ആൾക്കൂട്ടങ്ങളിലെ കണ്ണുനീര് വായിച്ചെടുക്കാൻ, കണ്ടറിയാൻ സാധിക്കുന്ന ആർദ്രഭാവം ഈ വലിയ മനുഷ്യനുണ്ട്. അനേക മനുഷ്യരെ വലിയ സഹായം നൽകി. അങ്ങനെ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറയുന്നത് ഉചിതമല്ല, പക്ഷെ അദ്ദേഹം എഴുന്നേറ്റ് പോകുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പറയേണ്ടി വരുന്നു. വലിയ സഹാനുഭൂതിയോടെയും ആർദ്രതയോടെയും അനേക മനുഷ്യരെ കരം പിടിച്ച് ഉയർത്തുന്ന അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ സംരംഭങ്ങൾ പഠിക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് സാധ്യത കൽപ്പിച്ചു കൊടുക്കുന്ന ഇൻഫോസിസിൻ്റെ അതുല്യമായ ഒരു സംരക്ഷണം, കരുതൽ, അതിനെയും അനേകരെ സഹായിക്കട്ടെ. ഞങ്ങൾ അഭിമാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാ ദൈവാനുഗ്രഹവും നേരുന്നു. നമ്മുടെ ഭാരതീയ സംസ്കൃതി അനുസരിച്ച് ആശംസിച്ച് പിരിയുന്നത് എന്താ? ആയുഷ്മാൻ ഭവ. ആ പ്രാർത്ഥന അങ്ങയ്ക്ക് വേണ്ടിയും ജഗദീശ്വരനോട് അപേക്ഷിച്ചുകൊണ്ട് അമീക്കോസിനെ അഭിനന്ദിക്കുന്നു. വിശിഷ്ട അതിഥികളായി ഈ നഗരത്തിലെ സഹോദരന്മാർ, സഹോദരിമാർ ക്ഷണം സ്വീകരിച്ച് വന്നതിന് ഞാൻ ഹൃദയപൂർവ്വം നിങ്ങളോട് നന്ദി പറയുന്നു. നിങ്ങളുടെ മണിക്കൂറുകൾക്ക് വളരെ വിലയുള്ളതാണ് എന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഈ വലിയ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ ഈ മാർ ഇവാനിയോസ് വിദ്യാനഗറിലെ വിവിധ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളും അധ്യാപകരും മാർ ഇവാനിയോസിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുമാണ് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുക. അതൊരു ഭാഗ്യമായി കരുതുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്കൊരുമിച്ച് ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിന് കരങ്ങൾ ചേർത്ത് പിടിച്ച് മുന്നേറാം. God bless you all.